ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSC വാല്യുവേഷനെക്കുറിച്ചിട്ടും SSC റിസൾട്ടിനെക്കുറിച്ചും +1 അഡ്മിഷനെക്കുറിച്ചും എല്ലാമുള്ള വാർത്തകൾ ഏറ്റവും വേഗത്തിൽ അറിയാനും വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ലഭിക്കാനും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ SSLC റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചില വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാനാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ഈ SSLC റിസൾട്ട് ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പല ഡേറ്റുകളും ഇപ്പോൾ കുട്ടികളുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ അത് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ മെയ് 10-നാണ് SSLC റിസൾട്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. മെയ് 15-നാണ് എന്നും മെയ് 20-നാണ് എന്നും പറയുന്ന കുട്ടികളുണ്ട്. അവർ ഗൂഗിളിൽ നോക്കുമ്പോഴും ഏതൊക്കെയോ ചില മീഡിയകൾ അവിടെ ഇവിടെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞും വാട്സപ്പിൽ അവർ കണ്ടു എന്നും പറഞ്ഞിട്ടാണ്. ചിലർ മെയ് 1-നാണോ റിസൾട്ട്, മെയ് 2-നാണോ റിസൾട്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് കുട്ടികളുടെ സംശയം എന്നായിരിക്കും റിസൾട്ട് ഡേറ്റ് എന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, SSLCയുടെ റിസൾട്ട് ഡേറ്റ് ഇതുവരെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ല. മെയ് ആദ്യവാരം റിസൾട്ട് വരാം എന്ന ഒരു സൂചന മാത്രം, അതും ആരും ഒഫീഷ്യലി നൽകിയതല്ല. ചില മീഡിയാസ് ആൻസർ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഏകദേശം ഈ സമയത്ത് വരും എന്ന് മാത്രമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. SSC വാല്യുവേഷൻ കഴിഞ്ഞാൽ ടാബുലേഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുക. നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുക. അതെല്ലാം കഴിഞ്ഞാൽ ഒരു ഉന്നതാധികാര സമിതി യോഗം ചേരും ഈ റിസൾട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ട്. ഈ റിസൾട്ട് ചർച്ച ചെയ്യാനും അത് അംഗീകരിക്കാനും വേണ്ടിയിട്ട് ഒരു ഉന്നതാധികാര സമിതി ചേരും. അവർ ഈ റിസൾട്ട് അംഗീകരിച്ച് കഴിഞ്ഞ ശേഷമാണ് റിസൾട്ട് പ്രഖ്യാപിക്കുക. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഔദ്യോഗികമായി ഒരു പത്രസമ്മേളനത്തിലാണ് സാധാരണ SSLC റിസൾട്ട് ഡേറ്റ് എന്നാണ് എന്ന് പറയാറുള്ളത്. ഒന്നുകിൽ അദ്ദേഹം പത്രസമ്മേളനം വിളിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കും, ഇന്ന ഡേറ്റിലാണ് SSLC റിസൾട്ട് വരിക എന്നുള്ളത്. ആ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ എല്ലാ മീഡിയയിലും അത് ഒരുപോലെ വന്നുകൊണ്ടിരിക്കും. അല്ലാതെ നിങ്ങൾ അവിടെയോ ഇവിടെയോ ഒന്നും കേൾക്കുന്ന രീതിയിലൊരു ഡേറ്റോ പരിപാടി ഒന്നുമല്ല SSLC റിസൾട്ട് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട്. അതൊരു വലിയ വാർത്ത തന്നെയായിരിക്കും. എല്ലാ ചാനലുകളിലും എല്ലാ മാധ്യമങ്ങളിലും അത് പ്രധാന ഒരു തലക്കെട്ടായിട്ട് വരും. നിലവിൽ ഗവൺമെൻറ് ഡേറ്റിനെ കുറിച്ചിട്ട് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ടാബുലേഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കാൻ ശേഷം മാത്രമേ ഗവൺമെൻറ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡേറ്റ് പറയൂ. അതുകൊണ്ട് നിങ്ങൾ ആ ഡേറ്റ് പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുക. അല്ലാതെ മെയ് 10-നാണ്, 2-നാണ്, 5-നാണ്, 20-നാണ് എന്നൊന്നും നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ട. അങ്ങനെ ഒരു ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കും. എക്സാക്ട് ഡേറ്റ് നിങ്ങളിലേക്ക് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കും. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.